സഹോദരിമാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അവിടുത്തെ ബാഹ്യമായ സൗന്ദര്യം പഠിച്ച് ആസ്വദിക്കാൻ വേണ്ടി നാം ഈ ഒരുമിച്ചു കൂടിയ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മളെ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്പസമയം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ആ ബാഹ്യമായ സൗന്ദര്യം വിശദീകരിക്കുന്ന ഒരൊറ്റ ഹദീസ് അല്ലെങ്കിൽ ഹദീസിന്റെ അല്പഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി മുതൽ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, മൗലിദ് ചൊല്ലണം, ഉറുദ് ചൊല്ലണം, ഏത് രൂപത്തിൽ ചൊല്ലിയാണ് അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുക എന്നുള്ളതും പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള സൗന്ദര്യമാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് മഹദിയായ ഉമ്മ ബീബി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, ആ ഉമ്മയുടെ മകനായ ഹിന്ദ് എന്നവര് വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യം ബീബി ഖദീജ ഉമ്മയെ കുറിച്ച് നാം ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 25ാമത്തെ വയസ്സിൽ ആദ്യ വിവാഹം കഴിക്കുന്നത് മഹദിയായ ബീബി ഖദീജ ഉമ്മയെയാണ് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത്. അന്ന് ബീബിക്ക് 40 വയസ്സ് പ്രായമുണ്ട്. നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇത്രത്തോളം ചുറുചുറുക്കുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് പിന്നിലുള്ള പല രഹസ്യങ്ങളുമുണ്ട്. അതൊക്കെ പഠിക്കണം. അപ്പോഴേ മുത്തുനബിയെ കുറിച്ച് നമുക്ക് മനസ്സിലാകൂ. നിരീശ്വരവാദി പറയുന്നത് പോലെ, യുക്തിവാദി പറയുന്നത് പോലെ നഊദു ബില്ലാഹ് ഒരു പെൺകോന്തനായിരുന്നില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പല നിരീശ്വരവാദികളും യുക്തിവാദികളും സോഷ്യൽ മീഡിയകളിൽ വന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11 ഭാര്യമാരെ കുറിച്ച് പലതും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഒരിക്കലും അറിവില്ലാത്ത നിങ്ങൾ ഒരിക്കലും കേട്ടുപോകരുത്, കണ്ടുപോകരുത്. കാരണം അത് കടുത്ത ഹറാമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരിയെ സംബന്ധിച്ചിടത്തോളം. എന്തിനാണ് മുത്തുനബി 11 ഭാര്യമാരെ വിവാഹം കഴിച്ചത് എന്നും മുത്തുനബിക്ക് മാത്രമുള്ള പ്രത്യേകതകൾ പഠിക്കുന്ന ഖസായിസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പയാണ് 11 ഭാര്യമാരെ അവിടെ വിവാഹം കഴിച്ചതിലുള്ള രഹസ്യം ബോധ്യപ്പെടൂ. അതിന്റെ പിന്നിലുള്ള വലിയ ഹിക്മത്തുകൾ നമുക്ക് മനസ്സിലാകൂ. അതൊക്കെ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 25ാമത്തെ വയസ്സിലാണ് ഖദീജ ഉമ്മയെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 15 വർഷക്കാലം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 വയസ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോടുള്ള ജീവിതത്തിനിടയിൽ മറ്റൊരു ഭാര്യമാരെയും വിവാഹം കഴിച്ചിട്ടില്ല. ചരിത്രമൊക്കെ വിശാലമാണ്, ഞാൻ പഠിക്കണം. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഖദീജ ഉമ്മക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവായി ലഭിക്കുന്നതിന് മുമ്പ് ആദ്യം 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭർത്താവിന്റെ പേരാണ് അബൂഹാല. അതിലുണ്ടായ 2 മക്കളുണ്ട്, 2 ആൺതരികൾ. അതാണ് ഒന്ന് ഹിന്ദ് എന്ന് പറയുന്ന മകനും ഹാലത്ത് എന്ന് പറയുന്ന മകനും. അങ്ങനെ 2 ആൺകുട്ടികള് ഖദീജ ബീവിക്ക് ആദ്യ ഭർത്താവിലുണ്ട്. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയതിനു ശേഷം മറ്റൊരു ഭർത്താവ്
അതീഖ് എന്ന ഭർത്താവ് വിവാഹം കഴിച്ചു. ആ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയെ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹിന്ദ് എന്ന മകനും ഹാലത്ത് എന്ന മകനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരാറുണ്ട്. കാരണം ഉമ്മ ഖദീജ ഉമ്മയല്ലേ, ഉമ്മയുടെ അരികിലേക്ക് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ല രൂപത്തിൽ അറിയാം. ഖദീജ ഉമ്മയുടെ മകനായ ഹിന്ദ് എന്നവർക്ക് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, അഥവാ ഫാത്തിമ ബീവിയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ഈ കാര്യം പഠിച്ചത് മഹാനായ ഹിന്ദ് എന്നവരുടെ അരികിൽ നിന്നാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവിയുടെ ആ ഉമ്മയാണല്ലോ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ഉമ്മയുടെ മക്കളാണല്ലോ ഹാലത്ത് എന്നവരും ഹിന്ദ് എന്നവരും. അപ്പോ ഉമ്മ ഭാഗത്തിലൂടെ സഹോദരന്മാരാണ്. ഫാത്തിമ ബീവിക്ക് ഈ ഹിന്ദ് എന്ന ഈ സഹോദരൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനല്ലെങ്കിലും ഖദീജ ഉമ്മയുടെ മകനാണല്ലോ. അപ്പൊ ഉമ്മ ഭാഗത്തിലൂടെയുള്ള മകനാണ് ഹിന്ദ് എന്നവര്. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റയുടെ 3-ാമത്തെ വർഷമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകുന്നത് ഹിജ്റയുടെ 10-ാമത്തെ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ ഫാത്തിമ ബീവിയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ആകെ 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ 7 വയസ്സായ ഒരു കുട്ടിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ ഭംഗിയൊന്നും ഗ്രഹിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. കാരണം ആ പ്രായത്തില് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അങ്ങനെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അമ്മാവനായ എന്റെ ഉമ്മയുടെ സഹോദരനായ ഹിന്ദ് എന്നവർക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ലവണ്ണം വിശദീകരിക്കാൻ ഭംഗിയായ രൂപത്തിൽ പറഞ്ഞു തരാൻ കഴിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മാവനോട് ചോദിച്ചു, എന്റെ വല്ലിപ്പയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരോ? അപ്പൊ മഹാനായ ഹിന്ദ് എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഹദീസാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഫഖ്മാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ശരീരമുള്ളയാളായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഒത്ത നീളം, അതുപോലെ തന്നെ ഒത്ത തടി, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ പൊതുവെ നല്ല ആരോഗ്യമുള്ള വലിയ ശരീരമായിരിക്കും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത് ഫഖ്മൻ, നല്ല വലിയ ശരീരമുള്ളയാളായിരുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെ മുഫഖ്ഖമാ, ഏതൊരാൾ കണ്ടാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതൊരുത്തൻ കണ്ടാലും ബഹുമാനിക്കും, ബഹുമാനിച്ചു പോകും. അവിടുത്തെ ആ ഭംഗിയും അവിടുത്തെ ആ ഗാംഭീര്യവും കണ്ടാൽ ഏതൊരുത്തനും ബഹുമാനിച്ചു പോകുന്നവരായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി നാം പഠിക്കാത്ത ഒരു വിഷയമാണ് പറയുന്നത്. ഇനി പറയുകയാണ്, ഹിന്ദ് എന്നവര് യതലഅലു വജൂഹു തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, യതലഅലു വജൂഹു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അത് വെട്ടിത്തിളങ്ങുന്ന മുഖമായിരുന്നു. ഏതുപോലെ? തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന ലൈലത്തുൽ ബദ്റിലെ അഥവാ 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന പ്രകാശിക്കുന്ന മുഖമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം.
അതല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അത് സൂര്യനെ പോലെ മാ റഅയ്തു ശൈഅൻ അഹ്സന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ പോലെ ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞില്ലേ, കഅന്ന ശംസ തജ്രി ഫീ വജീഹി, മുത്തുനബിയുടെ മുഖം നോക്കിയാൽ സൂര്യനിലേക്ക് നോക്കുന്നത് പോലെ പ്രകാശിക്കുന്നത് കാണാമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ സ്വഹാബത്ത് ഓരോ രൂപത്തിലാണ് നോക്കിയത്. അപ്പൊ ഓരോ രൂപത്തിലാണ് അവര് കണ്ടത്. മറ്റൊരു സ്ഥലത്ത് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, കഅന്നൽ ബദ്റ യുറാ ബിവജീഹി ബിശിദ്ദതി നൂരിഹി വസഫാഇഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ചന്ദ്രനിലേക്ക് നോക്കുന്നത് പോലെ വലിയ തെളിച്ചവും പ്രകാശവും അവിടുത്തെ മുഖത്തിൽ കാണാമായിരുന്നു. മറ്റൊരു സ്ഥലത്ത് സഹാബത്ത് പറയുന്നത്, കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെ തിളങ്ങുന്ന മുഖമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം. അങ്ങനെ പല രൂപത്തിലും മഹാന്മാരായ സഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ വിശദമായി വിശദീകരിക്കാം. ഇപ്പൊ ഹിന്ദെന്നവര് പറയാണ്, പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമായിരുന്നു അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ ഭംഗി. എന്നിട്ട് പറയാണ്, അത്വല മിനൽ മർബൂഇ മിനൽ മുശദ്ദബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒത്ത നീളമുള്ളയാളായിരുന്നു. അതാണ് അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. വിശദീകരിക്കുന്നില്ല. ഇന്നലെയും മിനിയാന്നുമായി 2-3 ദിവസമായി വിശദീകരിച്ചതാണ്. 4-മത് പറഞ്ഞു, അളീമൽ ഹാമ്മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല അത് അല്പം വലുതായിരുന്നു. തല വലുതായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വികൃതമായ രൂപത്തിലുള്ള വലിയ തലയായിരുന്നു എന്നല്ല, ശോഷിച്ച രൂപത്തിലുള്ള ചെറിയ തലയായിരുന്നു എന്നുമല്ല. നല്ല മിതമായ തല, ആ ഒത്ത ശരീരത്തിന് ഒത്ത തല, അങ്ങനത്തെ തലയായിരുന്നു ഒരർത്ഥം. അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, തലച്ചോറിന്റെ ഉള്ളിലെ മടക്കുകൾ, ആ മടക്കുകൾക്കനുസരിച്ചാണ് ഒരാളുടെ ബുദ്ധി കൂർമ്മതയും ഒരാളുടെ അറിവും സർവ കഴിവുകളും ഒരാള് അതേ കണക്കാക്കുന്നത്. അങ്ങനത്തെ നല്ല ഇൽമും തഖ്വയും നല്ല അറിവും നല്ല കഴിവുകളും കൂടിയ ആളായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതൊക്കെ നാം വിശദീകരിച്ചതാണ്. പിന്നെ പറഞ്ഞു, റജുലശ്ശഅരി ഇൻ ഫറഖത് ഹഖീഖതുഹു ഫറഖഹാ വഇല്ലാ ഫലാ യുജാബിസ് ശഅറുഹു ശഖ്മത ഉദനിഹി ഇദ് ഹുവ വഫറഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെക്കുറിച്ചാണ് പറയുന്നത്. നല്ല മുടിയുള്ളവരായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ മുടി പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇരുഭാഗത്തേക്കും അവിടുന്ന് താഴ്ത്തിയിടും. അല്ലെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി 3 രൂപത്തിലായിരുന്നു. അത് മുമ്പ് പറഞ്ഞതാണ്. ജുമ്മത്ത്, അതുപോലെ തന്നെ ലുമ്മത്ത്, അതുപോലെ തന്നെ വഫ്രത്ത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി 3 രൂപത്തിലുണ്ടായിരുന്നു. വഫ്രത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാരുടെ മുടി ബാർബർ ഷോപ്പിൽ പോയാൽ വെട്ടുന്ന, ബേക്കിൽ വെട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ വരെയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. അല്പം കൂടി വളർന്നാൽ ആ ചെവിയുടെ അടി വരെ വരും. അല്പം കൂടി അഥവാ വളരുകയാണെങ്കിൽ തോള് വരെ ഇറങ്ങി നിൽക്കുന്ന സുന്ദരമായ ഉള്ളുള്ള തിങ്ങിയ മുടിയായിരുന്നു. നല്ല കറുകറുത്ത മുടിയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. എന്തെന്നവര് പറയാണ്, അങ്ങനെ തോളിലേക്കെങ്ങാനും ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ അവിടുത്തെ ചെവിടിനോട് ഒപ്പിച്ചു വെട്ടുമായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി പറയുന്നതൊക്കെ മുമ്പ് പറഞ്ഞ ആശയങ്ങളാണ്. ഇനി പറയുന്ന അസ്ഹറൽ ലൗനി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം അത് വെളുപ്പിനോട് ചുവപ്പ് കലർന്ന നിറമായിരുന്നു. നല്ല പ്രകാശിക്കുന്ന വെളുപ്പായിരുന്നു.
ഇനി പറയാത്ത ആശയമാണ് പറയുന്നത്. വാസിയൽ ജബീനി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി അത് വിശാലമായ നെറ്റിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചില ആളുകളുടെ നെറ്റിയിലേക്ക് മുടി നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ മുടി ഇറങ്ങിയ വിരൂപമായ രൂപത്തിലുള്ള, കാണാൻ ഭംഗിയില്ലാത്ത രൂപത്തിലുള്ള നെറ്റിയല്ല, നല്ല വിശാലമായ നെറ്റിയായിരുന്നു, പ്രകാശിക്കുന്ന നെറ്റിയായിരുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരണം മറ്റു ഹദീസുകളിൽ വരുന്നുണ്ട്. നമുക്ക് നേരമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ പറയാം. പിന്നെ പറയുന്നു, ഹസജ്ജൽ ഹവാജിബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികം അത് വളഞ്ഞതും തിങ്ങിയതുമായിരുന്നു. നല്ല വളഞ്ഞ പുരികം, അതാണല്ലോ പുരികത്തിൽ കാണാൻ രസമുള്ള പുരികം. സവാബിഅ, പൂർണ്ണമായ പുരികമായിരുന്നു. പൂർണ്ണമായ പുരികമായിരുന്നു എന്ന് പറയുമ്പോ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. വളർന്ന് വളർന്ന് പുരികം തമ്മിൽ നടു കൂട്ടിമുട്ടിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഫീ വൈരി ഖറനിൻ, അതിന്റെ മധ്യഭാഗത്തിൽ ഒഴികെ ആ മൂക്കിന്റെ മുകൾ ഭാഗം, ആ പുരികം അവിടെ കൂട്ടിമുട്ടിയിട്ടില്ല. അതിന്റെ മധ്യഭാഗം കൂട്ടിമുട്ടാത്ത രൂപത്തിൽ നല്ല വളഞ്ഞ് നിൽക്കുന്ന, തിങ്ങി നിൽക്കുന്ന പുരികമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികം. എന്നിട്ട് പറയാണ്, ബൈനഹുമാ ഇർഖുൻ, ഈ പുരികത്തിന്റെ ഇടയിൽ ഒരു നരമ്പുണ്ടായിരുന്നു. ആ നരമ്പ് കാണൽ ഏത് സമയത്തായിരുന്നു എന്തെന്നവർ പറയാണ്, യുദിറുഹുൽ വദബു, നല്ല ദേഷ്യമുണ്ടാകുന്ന സമയത്ത് ആ നരമ്പ് ഇങ്ങനെ പുറത്ത് കാണാമായിരുന്നു. നല്ല വെളുത്ത ശരീരം, ആ വെളുത്ത ശരീരമുള്ളവർക്ക് ദേഷ്യമുണ്ടാകുമ്പോ അവരുടെ ആ ശരീരത്തിന്റെ വെളുപ്പ് ചുവക്കാറുണ്ടല്ലോ, ചുവന്ന് തുടിക്കാറുണ്ടല്ലോ അവരുടെ മുഖം, അവരുടെ നരമ്പുകൾ പുറത്തു കാണും. എന്തേ കാരണം? ദേഷ്യമുണ്ടാകുമ്പോ രക്തസഞ്ചാരം കൂടും. അങ്ങനെ കൂടുമ്പോ നല്ല വെളുത്ത ശരീരമാണെങ്കിൽ ആ ശരീരം നല്ല ചുവന്നു തുടിക്കും. അതേ നരമ്പുകൾ പുറത്തു കാണും. ഹിന്ദെന്നവര് പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമ്പോ അവിടുത്തെ ഈ മൂക്കിന്റെ മുകളിലുള്ള ഈ രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള ഒരു നരമ്പുണ്ട്. ആ നരമ്പ് ശരിക്കിന് കാണാമായിരുന്നു. അതുകൊണ്ട് ദേഷ്യമുണ്ടാകുമ്പോ ശരിക്കനേറിയ മുത്തുനബിക്ക് ദേഷ്യമുണ്ടെന്ന്. മുത്തുനബി ആത്മീയമായ വിഷയങ്ങളില്ലാതെ ദേഷ്യം പിടിക്കാറില്ല. മുത്തുനബി എപ്പ ദേഷ്യം പിടിച്ചു ശരിക്കിന് പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് പറയാണ്, അഖ്നൽ ഇർനൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ മുകൾ ഭാഗം അത് അല്പം പൊന്തി നിൽക്കുന്ന മുകൾ ഭാഗമായിരുന്നു. അതാണല്ലോ ഭംഗി. മാത്രമല്ല അതുപോലെ തന്നെ നല്ല നീണ്ട മൂക്കായിരുന്നു. ചമ്മിയ മൂക്കല്ല, വീർത്ത് ബോറായ മൂക്കുമല്ല, നല്ല ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നീണ്ട, നല്ല നേരെ നിവർന്ന് നിൽക്കുന്ന മൂക്ക്. ആ മൂക്കിന്റെ മുകൾ ഭാഗം ഉയർന്നത്, അത് നേരെ നിവർന്ന് നീണ്ടു നിൽക്കുന്ന മൂക്ക്. ലഹു നൂറുൻ, ആ മുകൾ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലഹു അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രകാശം, ആ മൂക്കിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പ്രകാശം ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹിന്ദെന്നവര് പറയാണ്, ശ്രദ്ധിച്ചു നോക്കാത്തവര് ധരിച്ചു പോകും. ആ പ്രകാശം കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കാത്തവര്, നല്ലവണ്ണം നോക്കാത്തവര് ധരിച്ചു പോകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന്റെ നടുഭാഗം അല്പം ഉയർന്നു പോയിട്ടുണ്ടോ എന്ന് ധരിച്ചു പോകും. ഒരിക്കലും ഉയർന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മൂക്കിന്റെ മുകൾ ഭാഗത്തുള്ള പ്രകാശം കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്, ശരിക്കും നോക്കാത്തത് കൊണ്ട്. മൂക്ക് നല്ല നിവർന്ന മൂക്കാണ്. ഒരു ഭാഗത്തും ഉയർച്ചയില്ല, താഴ്ചയില്ല, നല്ല സുന്ദരമായ മൂക്ക്. ആ മൂക്കിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രകാശം കാണാമായിരുന്നു. പിന്നെ പറയുന്നു, കസ്സുല്ലിഹിയത്തി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി തിങ്ങിയതായിരുന്നു. നല്ല വട്ടത്തിലുള്ള താടിയായിരുന്നു. വിശദീകരണം മറ്റു ഹദീസുകളിൽ പറയുന്നുണ്ട്. സഹ്ലുൽ ഖദ്ദൈനി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിള് അത് നല്ല ഒലിച്ചിറങ്ങിയ കവിളായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല വീർത്തു നിൽക്കുന്ന ബോറായ രൂപത്തിൽ കാറ്റടിച്ചതുപോലെ നിൽക്കുന്ന, അതേ ഒരു പന്തിൽ ബലൂനിൽ കാറ്റടിച്ചതുപോലെ നിൽക്കുന്ന വീർത്തു നിൽക്കുന്ന കവിളല്ല, എന്നാൽ ഒട്ടിയ കവിളുമല്ല, നല്ല ഒലിഞ്ഞിറങ്ങിയ സുന്ദരമായ കവിള്. എന്തായിരുന്നു ആ കവിള് കാണാനുള്ള ഭംഗി? മഹാനായ ഹിന്ദ് എന്നവരെ പറയാണ്, സഹിലൽ ഖദ്ദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കവിളുകളും അത് ഒലിഞ്ഞിറങ്ങിയ നല്ല ഒത്ത കവിളായിരുന്നു. പിന്നെ പറഞ്ഞു വലി അൽ ഫമി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായ അത് വലിയ വായയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാര് പറയുന്നു, ചിലരുടെ ആ വായയുടെ ദൂരം അത് വളരെ ചെറുതായിരിക്കും, ചിലരുടേതോ വലുതായിരിക്കും, സൈഡിലേക്ക് വരെ കയറിയിട്ട് വലിയ വായയായിരിക്കും. ആ രണ്ട് രൂപത്തിലുള്ള വായയല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. മിതമായ വലുപ്പമുള്ള സുന്ദരമായ വായയായിരുന്നു ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായ. അതുപോലെ തന്നെ മുഫ്രജൽ അസ്നാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് അത് അല്പം വിടവുള്ള പല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരാൾ നോക്കിയാൽ ആ വിടവ് കാണും എന്ന് ഒരിക്കലും കാണുകയില്ല. ആ രൂപത്തിലുള്ള വിടവുണ്ട് എന്നല്ല പറഞ്ഞത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് പരസ്പരം കൂട്ടിമുട്ടി തിങ്ങിയ പല്ലായിരുന്നില്ല. ഒരു പല്ല് മറ്റേ പല്ലിൽ കയറി നിൽക്കുന്ന കൂട്ടിമുട്ടിയ പല്ലുകളായിരുന്നില്ല. ഓരോ പല്ലും പാൽക്കോർവ, അതേ നല്ല ആ പാൽക്കോർവയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല്. മറ്റൊരു സ്ഥലത്ത് മഹാന്മാര് പറയുന്നുണ്ട്, അശ്നബുൽ അസ്നാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് അത് നല്ല വെളുത്ത പല്ലായിരുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബറാഖുസ്സനായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് അത് തിളങ്ങുന്ന പ്രകാശം പൊയ്ക്കുന്ന പല്ലായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലിനെ കുറിച്ച് പറഞ്ഞു, വായയെ കുറിച്ച് പറഞ്ഞു. ഇത് പറയുമ്പോ നമ്മളൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ അവശിഷ്ടങ്ങളും അത് ശുദ്ധമായിരുന്നു, വലിയ ബർക്കത്തുള്ളതായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീര്, അവിടുത്തെ മൂത്രം, അവിടുത്തെ വയർപ്പ് അതൊക്കെ വലിയ ശുദ്ധിയുള്ളതായിരുന്നു, വലിയ മരുന്നായിരുന്നു. ഞാൻ ഇവിടെ വായയെ കുറിച്ച് പറഞ്ഞു, പല്ലിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ അല്പം ഉമിനീരിന്റെ ബർക്കത്തിനെ കുറിച്ച് പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാന്മാര് പറയുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ മിൻ ദൽവിൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം ഫസുബ്ബ ഫീ ബിഹ്രിൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു കിണറ്റിൽ നിന്ന് അല്പം വെള്ളം കോരി വെള്ളം കുടിച്ചു. തന്റെ വായ കൊണ്ട് ആ ബക്കറ്റ് കൊണ്ട് വെള്ളം കുടിച്ചു. എന്നിട്ട് ആ ബക്കറ്റിൽ നിന്നുള്ള ബാക്കി വെള്ളം ആ കിണറിലേക്ക് തന്നെ ഒഴിച്ചു. സഹാബത്ത് പറയാണ്, ഫഫാഹ മിൻഹാ മിസ്ല റായിഹത്തിൽ മിസ്കി, പിന്നെ ആ കിണറ്റിലെ വെള്ളം മിസ്കിനെക്കാളും കസ്തൂരിയെക്കാളും സുഗന്ധമുള്ള മണമുള്ള വെള്ളമായിരുന്നു. ആ കിണറ്റിലെ മുഴുവൻ വെള്ളവും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്പം അതേ കുടിച്ച ആ വെള്ളത്തിന്റെ ബാക്കി വെള്ളം ആ കിണറ്റിലേക്ക് ഒഴുക്കി എന്നതാണ് കസ്തൂരിക്കാളും വലിയ സുഗന്ധം ആ വെള്ളത്തിലേക്ക് കിട്ടാൻ കാരണം. മറ്റൊരു സ്ഥലത്ത് മഹാന്മാരായ സഹാബത്ത് പറയുന്നുണ്ട്, അന്നഹു ബസഖ ഫീ ബിഹിരി ബിദാരി അനസിൻ,
മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ കിണറ്റില് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് തുപ്പി. അങ്ങനെ തുപ്പിയതിന്റെ ശേഷം സഹാബത്ത് പറയാണ്, ഫലം യകുൻ ബിൽ മദീനതി ബിഇരിൻ ബിഇറ അഅദബ മിൻഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലെ ആ കിണറ്റിലേക്ക് തുപ്പിയത് കാരണം അത്രത്തോളം ശുദ്ധമായ, അത്രത്തോളം വെള്ളത്തിന് രുചിയുള്ള ഒരു വെള്ളവും മദീനയിലെ ഒരു കിണറ്റിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. വെള്ളത്തിനൊരു രുചിയുണ്ടല്ലോ, ഏറ്റവും നല്ല രുചിയുള്ള മദീനയിലെ വെള്ളം അത് മഹാനായ അനസ് തങ്ങളെ വീട്ടിലെ വെള്ളത്തിനായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. എന്തേ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ഉമിനീര് ആ കിണറ്റിലേക്ക് ആയി എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അന്നഹു കാന യൗമ ആശൂറാ, ഒരു ദിവസം ആശൂറായിന്റെ ദിവസം യത്ഫുലു ഫീ അഫ്വാഹി റുളാഹി, മുലകൊടിക്കുന്ന കുറെ കുട്ടികളുടെ വായയിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തുപ്പിക്കൊടുത്തു. ഉമ്മമാരോട് പറഞ്ഞു, രാത്രി വരെ ഈ കുട്ടികൾക്ക് മുല കൊടുക്കേണ്ട ആവശ്യമില്ല. ഉമ്മമാര് പറയാണ്, രാത്രി വരെ ഞങ്ങളുടെ കുട്ടികള് പാല് കിട്ടാഞ്ഞിട്ട് കരഞ്ഞിട്ടില്ല. എന്തേ കാരണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരാണ്. ആ ഉമിനീര് ഭക്ഷണമാണ്, സുഗന്ധമാണ്, മരുന്നാണ്, എല്ലാത്തിനും പരിഹാരമാണ്. അതല്ലേ മറ്റൊരു സ്ഥലത്ത് മഹാന്മാര് പറയുന്നത്, അന്ന നിസ്വതൻ, ഒരു കൂട്ടം സ്ത്രീകള് മളഅന ഖദീദതൻ മളഅഹാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഴിച്ച മാംസത്തിന്റെ ബാക്കി മാംസം അത് ഒരു കൂട്ടം സ്ത്രീകള് അതേ കഴിച്ചു. ആ സ്ത്രീകള് എന്നിട്ട് ഫസുംന, അവരന്ന് നോമ്പ് നോറ്റു. വലം യൂജദ് ലിഅഫ്വാഹിന്ന ഖലൂഫുൻ, സാധാരണ നോമ്പ് നോറ്റാൽ അതേ ഉച്ച സമയം കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ ഗ്യാസ് നിറഞ്ഞ് ആ ഗ്യാസ് നമ്മുടെ വായിലൂടെ പുറത്തു വന്ന് വായ്ക്ക് വലിയ ദുർഗന്ധമായിരിക്കും. അങ്ങനത്തെ ഒരു ദുർഗന്ധവും ആ സ്ത്രീകൾക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ബാക്കി ഭക്ഷണം കഴിച്ചതുകൊണ്ട് അനുഭവപ്പെട്ടിരുന്നില്ല. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉമിനീര് തട്ടിയ ഭക്ഷണത്തിന്റെ ബർക്കത്താണത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വഅന്നഹു മസഹ ബിയദിഹി വബിഹാരിഖുഹു ളഹറ ഉത്ബത വബത്നുഹു, മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്റെ കയ്യില് അല്പം ഉമിനീരാക്കി മഹാനായ ഉത്ബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പിരടിയും വയറും ഒന്ന് തടവിക്കൊടുത്തു. എന്നിട്ട് സഹാബത്ത് പറയാണ്, ഫലം യശുമ്മാതിയബു മിൻഹു റാഹിഹതൻ, മഹാനായ ഉത്ബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെക്കാളും സുഗന്ധമുള്ള ഒരു വാസന ഞങ്ങൾക്ക് എവിടെ നിന്നും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ മരിക്കുന്നവരെ ഉത്ബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മുഴുവൻ വലിയ സുഗന്ധമായിരുന്നു. എന്തേ കാരണം? അവിടുത്തെ ഉമിനീര് കൊണ്ട് തടകിക്കൊടുത്തു. മറ്റൊരു സ്ഥലത്ത് പറയാണ്, അന്നൽ ഹസന, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു ഇസ്തദ്ദ ദമഉഹു, ഹസൻ റളിയല്ലാഹുവിന്റെ ചെറിയ കുട്ടിയായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതേ ശക്തിയായ ദാഹം കൊണ്ട് ഇങ്ങനെ കരയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസൻ റളിയല്ലാഹു അൻഹു ഈ കുട്ടി ഇങ്ങനെ തന്റെ പേരക്കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ തന്റെ നാവൊന്ന് നീട്ടിക്കൊടുത്തു. ഫമസ്സഹു ഹത്താ റവാ, ഫമസ്സഹു ഹസൻ റളിയല്ലാഹു അൻഹു ആ നാവ് ഈമ്പി കുടിച്ചു. ഹസൻ റളിയല്ലാഹുവിന്റെ ദാഹം
മാറി, കരച്ചിൽ നിർത്തി. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് എത്രയോ അസുഖങ്ങൾക്ക് മരുന്നാണ്. അതുപോലത്തെ ഭക്ഷണത്തിന് അതേ പരിഹാരമാണ്, വെള്ളത്തിനിക്ക് പകരമാണ്. മറ്റൊരു സ്ഥലത്ത് മഹാന്മാര് പറയുന്നു, ഖൈബർ യുദ്ധ ദിവസം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കണ്ണിൽ ചെങ്കണ്ണ് പിടിപെട്ടു, കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല, കണ്ണു രോഗം പിടിപെട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാര് തങ്ങളെ വിളിച്ചു, അലിയാര് തങ്ങളെ കണ്ണിലേക്ക് തുപ്പിക്കൊടുത്തു. ഫബരിഅ, ആ കണ്ണു രോഗം ഉടനെ സുഖമായി, ആ കണ്ണിന്റെ അസുഖം ഉടനെ മാറി എന്ന് മഹാന്മാര് പറയുന്നു. എല്ലാ രോഗത്തിനും മരുന്നാണ്, ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് എത്രയോ ആളുകൾക്കല്ലേ ഉമ്മമാരെ വഫാത്തിന് ശേഷവും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ഉണർവിൽ വന്ന് വായയിലേക്ക് തുപ്പിക്കൊടുത്ത എത്രയോ മഹാന്മാരില്ലേ. അത് കാരണമായി എത്ര മഹാന്മാർക്കാണ് ഇൽമു കിട്ടിയത്, രോഗം മാറിയത്, അതേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ ദുനിയാവിൽ ആ മഹാഭാഗ്യം ഒരു തവണയെങ്കിലും അനുഭവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ഹിന്ദെന്നവർ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ അത് വലിയ വായയായിരുന്നു. അതുപോലെ തന്നെ പല്ലുകള് അത് അല്പം വിടവുള്ള പല്ലുകളായിരുന്നു. അതിന്റെ അർത്ഥം തിങ്ങിയ പല്ലുകളായിരുന്നില്ല. ഇനി നാം പറയാത്ത ആശയമാണ് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖീഖൽ മസ്റുബത്തി, അവിടത്തെ നെഞ്ചു മുതൽ പൊക്കിള് വരെ നേരിയ ഒരു വര രൂപത്തിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു. അത് മുമ്പ് പറഞ്ഞ ആശയമാണ്. ഇനി പറയുന്നത് പറയാത്ത ആശയമാണ്. കഅന്ന ഉനഖഹു ജീദു ദുനിയത്തിൻ ഫീ സഫാഇൽ ഫില്ലത്തി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടി, ആ പിരടി കഴുത്ത്, ആ കഴുത്ത് ഏതു രൂപത്തിലായിരുന്നു? മഹാനായ ഹിന്ദെന്നവർ പറയാണ്, ജീദുദുമ്യത്തിൻ ഫീ സഫാഇൽ ഫില്ല, നല്ല ശുദ്ധമായ വെള്ളി, ശുദ്ധമായ വെള്ളിയിൽ നിർമ്മിച്ച ഒരു പാവാച്ചിക്കുട്ടിയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ പാവാച്ചിക്കുട്ടിയെ പാവയുടെ അതേ കഴുത്തുപോലെ തിളങ്ങുന്ന കഴുത്തായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്ത്. മഹാന്മാര് പറയുന്നു, ഏത് വെളുത്ത ശരീരമുള്ളയാളാണെങ്കിലും ശരി, അവന്റെ പിരടി, അവന്റെ കഴുത്ത് വെയിലുകൊണ്ട് വിയർപ്പുകൊണ്ട് കറുത്തിട്ടുണ്ടാകും. അതിന്റെ ആ നിറം കാണാൻ രസമുണ്ടാകില്ല. അങ്ങനത്തെ ഒരു ന്യൂനത പോലും, ഒരു കുറവ് പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിക്ക് പോലും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പിരടി നല്ല ശുദ്ധമായ വെള്ളിയിൽ നിർമ്മിച്ച പാവയുടെ കഴുത്ത് പോലെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന കഴുത്തായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്ത്. എന്നിട്ട് ഹിന്ദെന്നവർ പറയാണ്, മുഅ്തദിലൽ ഖൽഖി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് അവയവം നോക്കുകയാണെങ്കിലും, ഏത് ഭാഗം നോക്കുകയാണെങ്കിലും അതിന് ഭംഗി തന്നെ ഭംഗി. എല്ലാം മിതമായ രൂപത്തിലായിരുന്നു. ഒന്നിന് മെച്ചം, ഒന്നിന്റെ വലിപ്പം കൂടുതലാണ് കുറവാണെന്ന് പറയുന്ന രൂപത്തിൽ ഒരു ന്യൂനതയും ഒരു കുറവും ഒരു അവയവത്തിലും കാണാൻ സാധിച്ചിരുന്നില്ല. ഏത് അവയവം നോക്കിയാലും ഭംഗി തന്നെ ഭംഗി. ഒരു ന്യൂനതയും ഒരു കുറവും ഒരു അവയവത്തിലും കാണാൻ സാധിച്ചിരുന്നില്ല. അതല്ലേ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വെച്ച് പാടിയത്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി
كأنك قد خلقت كما تشاء. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ അന്ന് ഓതിയ മൗലിദാണ് ഉമ്മമാരെ നാം ഇന്ന് പറയുന്നത്. പല പുത്തൻവാദികളും പറയാറില്ല അന്ന് മൗലിദില്ലായിരുന്നു. അന്ന് മൗലിദുണ്ട്. മൗലിദുള്ളതിനെ കുറിച്ച് പഠിക്കണം. പഠിക്കുമ്പോഴേ മനസ്സിലാകൂ. അതല്ലാതെ റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദുണ്ടായിരുന്നോ, സഹാബത്ത് മൗലിദ് ചൊല്ലിയിരുന്നോ എന്ന് പഠിക്കാതെ ഏതെങ്കിലും വിവരം കെട്ടവന്റെ അതേ വാഴ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ ഓതിയ മൗലിദാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വെച്ച് ചൊല്ലിയ മൗലിദാണ് ഞാൻ പറഞ്ഞത്. വഹ്സനു മിൻക ലം തറഖത്തു ഐനി. ഹബീബായ തങ്ങളെ മുമ്പിൽ വെച്ച് ഹസ്സാൻ ഇബ്നു തങ്ങൾ പറയാണ്, വഹ്സനു മിൻക, നബിയേ അങ്ങേക്കാളും ഭംഗിയുള്ള ഒരാളെയും ലം തറഖത്തു ഐനി, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നബിയേ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാളും ഭംഗിയുള്ള ഒരാളെയും ഭൂമുഖത്ത് ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ആ മഹാഭാഗ്യം ലഭിച്ചത് അങ്ങയുടെ ഉമ്മയായ ആമിന ബീബി ഉമ്മക്കാണ് നബിയേ. എന്നിട്ട് പറയാണ് ഹസ്സാൻ തങ്ങൾ, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. ഖുലിഖത, അങ്ങേ അല്ലാഹു പടച്ചത്, മുബറഅൻ മിൻ കുല്ലി ഐബി, സർവ്വ ന്യൂനതകളിൽ നിന്നും സർവ്വ പോരായ്മകളിൽ നിന്നും മുക്തമായിട്ടാണ് അങ്ങേ പടച്ചത് നബിയേ. ആര് നോക്കിയാലും, ശത്രു നോക്കിയാലും, ആര് നോക്കിയാലും അങ്ങയിൽ ഒരു ന്യൂനത, ഒരു ഐബ്, അതേ ഒരു കുറവ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല നബിയേ. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങേക്ക് ഏത് രൂപത്തിലാണ് അങ്ങയെ പടക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെയാണ് അങ്ങേ അല്ലാഹു പടച്ചിട്ടുള്ളത് നബിയേ. ഒരാൾക്ക് അവനെ പടക്കാൻ ഏറ്റവും ഇഷ്ടം ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങളോട് ഹസ്സാൻ തങ്ങൾ പറയാണ്, അങ്ങേക്ക് ഏത് രൂപത്തിലായിരുന്നു അങ്ങയെ സൃഷ്ടിക്കാൻ അങ്ങേക്ക് ഇഷ്ടം, ആ രൂപത്തിലാണ് അങ്ങേ അല്ലാഹു പടച്ചിട്ടുള്ളത് നബിയേ. ഒരു ന്യൂനതയും ഒരു കുറവും അങ്ങനെ കാണാൻ സാധിക്കില്ല നബിയേ. അതാണ് ഹിന്ദെന്നവർ ഇവിടെ പറഞ്ഞത്. ഉമ്മമാരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്തദിലുൽ ഖൽഖി, എല്ലാ അവയവങ്ങളും ഒറ്റ രൂപത്തിലായിരുന്നു. നല്ല ഭംഗിയോട് ഭംഗി അത് വിവരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എന്നിട്ട് ഹിന്ദെന്നവർ പറയാണ്, ബാധിനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് വലിയ ശരീരമായിരുന്നു. അതിന്റെ അർത്ഥം പൊണ്ണത്തടി എന്നല്ല. നമ്മൾ പറഞ്ഞല്ലോ നല്ല ആരോഗ്യമുള്ള ശരീരം, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുതമാസികുൻ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒപ്പത്തിനൊപ്പം ഉള്ളതായിരുന്നു, കടപിടിക്കുന്നതായിരുന്നു. രണ്ട് അവയവങ്ങൾ ചേർത്ത് നോക്കുമ്പോ ആരും പറയും നല്ല യോജിപ്പാണ് ഓരോ അവയവങ്ങൾ. ഒന്നിന് വലിപ്പം കൂടുതല്, ഒന്നിന് കുറവ്, ഒന്നിന് തടി കൂടുതല്, ഒന്നിന് കുറവ്, അങ്ങനത്തെ ഒരു ന്യൂനതയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമാക്കപ്പെട്ട ശരീരത്തിൽ ഒരാൾക്കും കാണാൻ സാധിക്കൂല. എന്നിട്ട് ഹിന്ദെന്നവര് പറയാണ്, ഞാൻ പറയാത്ത ഒരു ആശയമാണ് പറയുന്നത്. സവാഉനിൽ ബത്നു വസ്സുദുറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചും വയറും അത് സമമായിരുന്നു. ചിലരുടെ വയറ് അത് വീർത്ത വയറായിരിക്കും, പൊന്തിയ വയറായിരിക്കും, ചാടിയ വയറായിരിക്കും. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോറാണ്. അല്ലെങ്കിൽ ചിലരുടെ വയറ് ഒട്ടിയ വയറായിരിക്കും, അതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോറാണ് അവന്റെ സൗന്ദര്യത്തിലേക്ക്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് അത് ചാടിയ വയറല്ല, ഒട്ടിയ വയറല്ല, അവിടത്തെ നെഞ്ചും വയറും സമമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ച് അത് വിശാലമായിരുന്നു. ഇതൊക്കെ മുമ്പ് പറഞ്ഞ വിഷയങ്ങളാണ്. ഇനി പറയുന്നു, ബൈദു മാ ബൈനൽ മങ്കിബൈനി,
അവിടുത്തെ രണ്ട് തോളുകൾക്കിടയിൽ ഒരു വിശാലതയുണ്ടായിരുന്നു, ഒരു വിദൂരതയുണ്ടായിരുന്നു. അത് മുമ്പ് പറഞ്ഞ ആശയമാണ്. പിന്നെ പറഞ്ഞു ദുഹ്മുൽ കറാദീസി, അവിടുത്തെ ജോയൻസുകള് അഥവാ എല്ലുകൾ പരസ്പരം കൂടുന്ന സ്ഥലങ്ങള് അത് വലുതായിരുന്നു, നല്ല മസിലുള്ളതായിരുന്നു, ഇറച്ചിയുള്ളതായിരുന്നു. ഇതും മുമ്പ് പറഞ്ഞ ആശയമാണ്. ഇനി പറയുന്നു അൻവറുൽ മുതജദ്ദിദി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് പ്രകാശിക്കുന്ന ശരീരമായിരുന്നു. ഇതും നാം പലതവണ ശരീരത്തിന്റെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞതാണ്, വിശദീകരിക്കുന്നില്ല. ഇനി ഹിന്ദെന്നവർ പറയാണ് മൗസൂലുമാ ബൈനൽ ലബ്ബതി വസ്സുർവതി ബിശഅരിൻ. ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തിന്റെ താഴെ ഒരു ചെറിയൊരു കുയ്യുണ്ടാകും. ആ കുയ്യ് മുതൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുർറത്ത് പൊക്കിള് വരെ ഒരു വര രൂപത്തിൽ രോമമുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇനി അത് വിശദീകരിക്കുന്നില്ല. അടുത്തതായിട്ട് പറയാണ് തങ്ങളുടെ വയറിന്റെ ഭാഗങ്ങളും രണ്ട് മൂലകളുടെ ഭാഗങ്ങളും അത് അതേ രോമമില്ലാത്തതായിരുന്നു. അത് മുമ്പ് പറഞ്ഞതാണ്, വിശദീകരിക്കുന്നില്ല. എന്നാൽ തീരെ രോമമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് തണ്ടം കയ്യിലും രണ്ട് തണ്ടം കാലിലും അതുപോലെ തന്നെ നെഞ്ചിന്റെ മുകൾ ഭാഗത്തും അല്പം രോമങ്ങൾ ഉണ്ടായിരുന്നു, അഥവാ കാണുന്ന രൂപത്തിൽ തന്നെ രോമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നു തങ്ങളുടെ ഈ മുൻകൈ ജോയിന്റ് ആകുന്ന അതിന്റെ പിൻഭാഗം, അതാണ് സന്തൈനി എന്ന് പറഞ്ഞാൽ അത് അല്പം നീളമുള്ളതായിരുന്നു. ഇനി പറയാണ് റഹുബുർ റാഹത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളംകൈ അത് വിശാലമാണ്. വിശാലമാണെന്ന് പറഞ്ഞാൽ അത് രൂപം കൊണ്ടും വിശാലമാണ്, അർത്ഥം കൊണ്ടും വിശാലമാണ്. അർത്ഥം കൊണ്ട് വിശാലമാണെന്ന് പറഞ്ഞാൽ ഒരാള് മുൻകൈ വിശാലമായവനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ധർമ്മം ചെയ്യുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിലും പറയാം കൈ വിശാലമായ ആളായിരുന്നു. അതുപോലെ തന്നെ മുത്തുനബിയുടെ കൈ വിശാലമായ നല്ല സുന്ദരമായ കൈയായിരുന്നു, മുമ്പ് വിശദീകരിച്ചതാണ്. ശസ്നുൽ കഫൈനി വൽ ഖദമൈനി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കൈകളുടെ വെള്ളകളും കാലിന്റെ വെള്ളകളും അത് നല്ല മിനുസമുള്ളതായിരുന്നു, ഇറച്ചിയുള്ളതായിരുന്നു, നല്ല എല്ലുള്ളതായിരുന്നു, നല്ല തുടുത്തു നിൽക്കുന്നതായിരുന്നു. മുമ്പ് പറഞ്ഞ അതേ ആശയമാണ്, വിശദീകരിക്കുന്നില്ല. സായിറുൽ അത്റാഫി, അടുത്തതായിട്ട് പറയുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾ അത് നീണ്ട വിരലുകളായിരുന്നു, അഥവാ പറ്റ ചെറിയ വിരലല്ല, എന്നാൽ നല്ല ബോറായ രൂപത്തിൽ നീണ്ടതുമല്ല, നല്ല ഒത്ത നീളമുള്ള വിരലുകളായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾ. എന്നിട്ട് അടുത്ത വിശദീകരണമായിട്ട് പറയുന്നു ഖുംസാനുൽ അഖ്മസൈൻ. അഖ്മസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാൽപാദം, ആ കാൽപാദത്തിന്റെ നടു അത് അല്പം ഉയർന്നു നിൽക്കുന്നതായിരിക്കും. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് മൂന്ന് രൂപത്തിലാണ് ഉണ്ടാവുക. ചിലരുടേത് ആ കാൽപാദത്തിന്റെ നടു അത് നല്ല ആ ഉയർന്നു നിൽക്കേണ്ട ഭാഗം അതേ കാല് നിലത്ത് വെച്ചാൽ തട്ടുന്ന രൂപത്തിൽ നല്ല ഇറങ്ങി നിന്നിട്ടുണ്ടാകും. ചിലരുടേതോ നല്ല പൊന്തി ഒരു വളഞ്ഞ രൂപത്തിലായിരിക്കും. ചിലരുടേതോ മിതമായ രൂപത്തിൽ ഭൂമിയിൽ വെച്ചാൽ തട്ടുന്നില്ല, അല്പം പൊന്തി നിൽക്കുന്നു. ആ രൂപത്തിൽ മിതമായ രൂപത്തിലുള്ള അതേ കാലിന്റെ നടുഭാഗമായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്റെ നടുഭാഗം. പിന്നെ പറഞ്ഞു മസീഹുൽ ഖദമൈനി, ഇരുപാദങ്ങളും നല്ല മിനുസമുള്ളതായിരുന്നു, നല്ല മിനുസമുള്ള കാലായിരുന്നു. അഥവാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു കീറലോ ഒരു വിള്ളലോ ഒരു വരയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പലരുടെയും കാലിൽ വിള്ളലുണ്ടാകും, അല്ലെങ്കിൽ അതില് എന്തെങ്കിലും വരകളുണ്ടാകും, കുറികളുണ്ടാകും, അതുപോലെ തന്നെ കീറലുകൾ ഉണ്ടാകും. അങ്ങനത്തെ ഒരു
ഒരു കീറലോ വിള്ളലോ ഒരു വരയോ ഇന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിൽ കാണാൻ സാധിച്ചിരുന്നില്ല. എത്രത്തോളം മിനുസമായിരുന്നു. ഹിന്ദെന്നവര് പറയാണ് കാൽപാദത്തിലെങ്ങാനും ഒരിറ്റ് വെള്ളം വീണാൽ അത് ഉടനെ തന്നെ തെന്നി മാറിപ്പോകും. അത്രത്തോളം മിനുസമുള്ള കാലായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല്. പിന്നെ പറയുന്നു, വിശദീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ കാലെടുത്ത് നടക്കുകയാണെങ്കിൽ അതേ കാല് മൊത്തത്തിൽ പൊന്തിച്ച് മൊത്തത്തിൽ പൊക്കിക്കൊണ്ട് കാല് മുഴുവനും ഭൂമിയിൽ വെക്കുന്ന രൂപമായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നടന്നു പോകുമ്പോ അതേ കാല് മൊത്തം ചെരിച്ചു വെക്ക്, ചെരിച്ച് കാല് ചരിച്ച് ചവിട്ടുന്ന സ്വഭാവം നബി തങ്ങൾക്കില്ല. മുഴുവനും ഭൂമിയിൽ വെക്കുന്ന സ്വഭാവമാണുള്ളത്. അതും ഭൂമി അറിയാതെ വിനയത്തോടു കൂടിയാണ് കാല് വെക്കാറുള്ളത്. അതാ പറഞ്ഞു നല്ല വിനയത്തോടു കൂടെയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. വിനയത്തിന്റെ നടത്തം. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലെടുത്ത് വെച്ചിരുന്നത് വിശാലമായ രൂപത്തിലായിരുന്നു. വിശാലമായ ചവിട്ടടിയായിരുന്നു. ഒരു ചവിട്ടടി വെച്ചാൽ അടുത്ത ചവിട്ടടി അല്പം അകലെ. അതാണ് പുരുഷന്മാര് നടക്കേണ്ട രൂപം മഹാന്മാര് പറയുന്നു. എന്നാൽ സ്ത്രീകൾ നടക്കേണ്ടത് ചവിട്ടടി അടുത്തടുത്ത് ചവിട്ടിയിട്ടാണ് സ്ത്രീകൾ നടക്കേണ്ട രൂപം. അതാണ് സ്ത്രീകളുടെ വിനയത്തിന്റെ നടത്തത്തിന്റെ രൂപം. പുരുഷന്മാരുടെ നടത്തത്തിന്റെ രൂപം അത് അല്പം വിശാലമായിട്ടാണ് ചവിട്ടടി ചവിട്ടേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചവിട്ടടി അങ്ങനെയായിരുന്നു. ഒരു ചവിട്ടടി വെച്ചാൽ അല്പം ദൂരെയായിരുന്നു അവിടുത്തെ അടുത്ത ചവിട്ടടി. അത് വിനയമുള്ളവന്റെ നടത്തമാണ്, കിബിറില്ലാത്തവന്റെ നടത്തമാണ്. അതുകൊണ്ട് തന്നെ ആര് മുത്തുനബിയുടെ ഒപ്പം നടന്നാലും അവിടത്തോടൊപ്പം എത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. കുറച്ച് സ്പീഡിലായിരുന്നു നടന്നിരുന്നത്. എന്നിട്ട് പറയാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ ഒരു കുയ്യിലേക്ക് ഇറങ്ങുന്നത് പോലെ, ഒരു കുന്നിറങ്ങുന്നത് പോലെ ഒരു വിനയാന്വിതന്റെ കിബിറില്ലാത്തവന്റെ നടത്തമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. ഇതൊക്കെ മുമ്പ് പറഞ്ഞ ആശയമാണ്. ഇനി അടുത്തത് പറയാണ്, ആരെങ്കിലും മുത്തുനബിയുടെ അരികിലേക്ക് വന്നാൽ തല തിരിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. ഒളിഞ്ഞു നോട്ടം മുത്തുനബിക്കില്ല. ഒളിഞ്ഞു നോട്ടവും തല തിരിച്ച് സംസാരിക്കലും അതും ഒരു മാന്യന്റെ ലക്ഷണമല്ല. മുത്തുനബി ആരുടെ അരികിലേക്കെങ്കിലും സംസാരിക്കാൻ പുറപ്പെട്ടാൽ അദ്ദേഹത്തെ പൂർണ്ണമായി പരിഗണിക്കുന്ന രൂപത്തിൽ ശരീരം മൊത്തം അദ്ദേഹത്തിലേക്ക് തിരിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. ഇനി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് താഴ്ത്തിയിട്ടായിരുന്നു അതേ നടന്നിരുന്നത്. അതേ ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിസരം മൊത്തത്തേക്ക് നോക്കി നടക്കുന്ന പതിവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. കണ്ണ് തായോട്ട് നോക്കി ഒരു വിനയാന്വിതന്റെ നടത്തം. അതാ മഹാനായ ഹിന്ദെന്നവര് പറഞ്ഞത്, ആകാശത്തിലേക്ക് മുത്തുനബി നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കിയത് ഭൂമിയിലേക്കായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം. ആകാശത്തിലേക്ക് മുത്തുനബി നോക്കാറുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദിന്റെ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കി അതേ സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ ആയത്ത് ഓതാറുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി തുടങ്ങുന്ന ആകാശഭൂമിയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് റബ്ബ് ഖുർആനിൽ പറയുന്ന ആയത്തുകൾ ഓതാറുണ്ട്. അതും നമുക്ക് തഹജ്ജുദിനെ എഴുന്നേറ്റ് മേൽപോട്ട് നോക്കി ഓതൽ നമുക്കും സുന്നത്തുള്ള അതേ ആയത്തുകളാണ് ഉമ്മമാരെ. അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ജുല്ലു നദരിഹി
അൽ മുലാഹദതു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധിക നോട്ടവും പെട്ടെന്നുള്ള നോട്ടമായിരുന്നു. നോട്ടത്തെക്കുറിച്ചുമൊക്കെ ഭംഗിയായ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, തൽക്കാലം ഇവിടെ ഈ ഹദീസ് അവസാനിപ്പിക്കുകയാണ്. കാരണം നാം ഹദീസ് ഇങ്ങനെ ധാരാളം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി പറയുന്നത് പരിശുദ്ധ റബീഉൽ അവ്വൽ 12ന്റെ ദിവസമാണ് വരുന്നത്. അന്ന് നാം അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. നാം ഇന്നലെ പറഞ്ഞു 3 മണിക്ക് തന്നെ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് ധാരാളം സ്വലാത്തുകളും സലാമും ഖുർആനും, കഴിയുമെങ്കിൽ ഒരു 3 യാസീന് ആദ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഓതി ദുആ ചെയ്യുക. എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ആദ്യം ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെയും അവന്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ മഹാന്മാര് പറയുന്നത്, കഅബ ശരീഫിലേക്ക് നിങ്ങൾ പോകുമ്പോ ആദ്യം കഅബ ശരീഫ് നിങ്ങളെ ദൃഷ്ടിയിൽ പെടുമ്പോ കാണുമ്പോ എന്ത് ദുആ ചെയ്താലും ഉടനെ ഉത്തരം കിട്ടും. അപ്പൊ മഹാന്മാര് പറഞ്ഞു, നീ അപ്പൊ ദുആരിക്കേണ്ടത് പടച്ച റബ്ബേ കുറെ കടണ്ട്, അത് വീട്ടി തരണേ എന്നല്ല. കടം വീടാഞ്ഞിട്ടല്ല, അതല്ല ദുആ ചെയ്യേണ്ടത്. എനിക്ക് മക്കളില്ല, മക്കളെ തരണേ എന്നല്ല ദുആ ചെയ്യേണ്ടത്. ഉടനെ ദുആ ചെയ്യണം. കഅബ ശരീഫ് കണ്ണിൽ കാണുമ്പോ ഉടനെ ദുആ ചെയ്യണം. അല്ലാഹുവേ, എനിക്ക് നിന്റെയും നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും തരണേ. നിന്റെ പൊരുത്തവും മുത്തുനബിയുടെ പൊരുത്തവും ഉള്ള ഒരു അടിമയാക്കി തരണേ എന്നാണ് ദുആരിക്കേണ്ടത്. എന്തിനാ അങ്ങനെ ദുആരിക്കുന്നത്? അല്ലാഹുവിന്റെയും മുത്തുനബിയുടെയും പൊരുത്തം കിട്ടി. അങ്ങനെ കിട്ടിയാൽ പിന്നെ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉടനെ തരും. പിന്നെ എന്ത് ചോദിച്ചാലും ചോദിക്കേണ്ട താമസമേ ഉണ്ടാകൂ, അല്ലാഹു ഉടനെ ഉത്തരം തരും. അതുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് 12ന്റെ അന്ന് നാം ദുആ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അല്ലാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും പൊരുത്തം കിട്ടണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടണം എന്നാണ് ദുആ ചെയ്യേണ്ടത്. അതിന് മുൻഗണന കൊടുക്കണം. പിന്നെ ബാക്കിയുള്ളതും ദുആ ചെയ്യണം കൂട്ടത്തില്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട്, രാവിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ആ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് സുബ്ഹി വരെ, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ സുബ്ഹിന്റെ ശേഷവും നമ്മളൊക്കെ ദുആ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കണം. നല്ല വസ്ത്രം കഴിയുമെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. കുട്ടികൾ നമ്മളോട് ചോദിക്കണം, എന്താണ് ഉമ്മ, എന്താണ് ഉപ്പ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പെരുന്നാൾ പോലെ അതേ പുത്തനുടുപ്പ് വാങ്ങി തന്നല്ലോ ഉമ്മ എനിക്ക്, അതേ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നല്ലോ എനിക്ക്. എന്താണ് കാരണം? കുട്ടികളോട് പറയണം, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ പുന്നാര നബി ജനിച്ച ദിവസമാണ് കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മുത്തുനബിയോട് വലിയ ബഹുമാനം ചെറുപ്പത്തിൽ തന്നെ വരും. അതുകൊണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടുത്തെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അവിടുത്തെ ജീവിതം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തുനബിയുടെ ജീവിതം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്തുനബി വീട്ടിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ കുട്ടികളോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, ഭാര്യമാരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ വീടും സന്തോഷമുള്ള ജീവിതമായി തീരും, സന്തോഷമുള്ള വീടായി തീരും. എല്ലാം പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, വീട്ടിലുള്ള അവസ്ഥയെക്കുറിച്ച് മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മ പറയുന്നുണ്ട്,
ഒരാളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പോയി ചോദിക്കണം. മഹദിയായ ആയിഷ ഉമ്മ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. മഹാന്മാര് പറഞ്ഞില്ല, ഖൈറുൻ നാസി ഖൈറുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത് അവൻ അവന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനാണോ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പോകില്ല. എന്നിട്ട് മുത്തുനബി പറയാണ്, വഅന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും ഖൈറായവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഏറ്റവും നല്ല രൂപത്തിലായി എന്റെ കുടുംബത്തിനോട് പെരുമാറാറുള്ളത്. എന്റെ വീട്ടിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പറയാൻ കഴിയും? ഏത് നേതാവിനിക്ക് പറയാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ഊർജ്ജസ്വലമുള്ള വാക്ക്? അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റുള്ളവർ ഇരിക്കുന്നത് പോലെ നിലത്തിരിക്കുമ്പോ സഹാബത്ത് ചോദിക്കാറില്ലേ, മുത്തുനബിയെ നിലത്തിരിക്കുകയാണോ? അപ്പൊ സഹാബത്തിനോട് മുത്തുനബി പറയാറുള്ളത്, അജിലിസ് കമാ യജ്ലിസുൽ അബ്ദു, ഒരു അടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അതേ മുത്തുനബി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചോദിക്കുമ്പോ പറയും, ഒരു അടിമ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാനാണ് എനിക്കിഷ്ടം. അതല്ലേ ആയിഷാ ബീവി പറഞ്ഞത്. ആയിഷാ ബീവിയോട് മുത്തുനബിയെ കുറിച്ച് ചോദിച്ചപ്പോ, അടുക്കള ജോലിയിൽ എന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ സഹായിക്കാറുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് പാത്രം കഴുകി തരാറുണ്ട്, എന്റെ വസ്ത്രം അലക്കി തരാറുണ്ട്. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ ചെരുപ്പ് കേടുവന്നാൽ അത് തുന്നുക പോലും ചെയ്യാറുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ആകാശവും കടന്നു ചെന്ന് അല്ലാഹുവിനെ കണ്ട ഹബീബായ മുത്തു റസൂലുള്ളാഹി 90,000-ലധികം മോജിസത്തുകൾ വെളിവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ആയിഷ ബീവി പറയുന്നത്, എനിക്ക് മുത്തുനബി പാത്രം കഴുകി തരാറുണ്ട്, വസ്ത്രം അലക്കി തരാറുണ്ട്, അതേ ചെരുപ്പ് തുന്നി തരാറുണ്ട്. മുത്തുനബി വീട്ടിലുണ്ടോ? എനിക്ക് അന്ന് പണി കുറവായിരിക്കുമെന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. കഴിഞ്ഞിട്ടില്ല, നമ്മൾ പഠിക്കണം ഉമ്മമാരെ. ആയിഷാ ബീബി പറയാണ്, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു ഇദാ ഖലാ മിൻ നിസാഇഹി അൽയനൻ നാസി വഅക്രമിൻ നാസി വഹാകം വബസ്സാമാ. ഭാര്യമാര് മാത്രമുള്ള സമയത്ത് അതേ ഞങ്ങളോട് നല്ല രൂപത്തിൽ, നല്ല മയമായ രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്, നല്ല പെരുമാറ്റമായിരുന്നു, നല്ല ചിരിച്ച് കളിച്ച് സംസാരിക്കാറായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. രാത്രി വൈകിയാണ് വീട്ടിൽ വരുന്നതെങ്കിൽ വീട്ടിൽ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താതെ ഉണർന്നവരെ മാത്രം കേൾക്കുന്ന രൂപത്തിൽ മെല്ലെ സലാം പറഞ്ഞായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നത്. വീട്ടിൽ വന്നാൽ അതേ ഒരു സുഹൃത്തുക്കളെ പോലെ, കൂട്ടുകാരികളെ പോലെയായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. വിറകു കഴിഞ്ഞാൽ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരും, വെട്ടിക്കൊണ്ടുവരും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ സ്വഭാവമല്ലേ നമുക്ക് വേണ്ടത് ഉമ്മമാരെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ മടിത്തട്ടില് 6 കുട്ടികള് മൂത്രമൊഴിച്ചിട്ടുണ്ട്. നബി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തവണ സ്വന്തം കുട്ടികളല്ല മൂത്രമൊഴിച്ചത്, ഈ 6 കുട്ടികളും സ്വന്തം കുട്ടികളല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ മടിയില് 6 കുട്ടികള് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബായ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ മൂത്രമൊഴിച്ചു. ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല. ഫാത്തിമ ബീവി എല്ലാവരും ചെറിയ അടി കൊടുത്തു. വല്ലിപ്പാന്റെ അതേ മടിയിലാണോ മൂത്രമൊഴിക്കുന്നത്? മുത്തുനബിക്ക് സഹിച്ചില്ല. ഫാത്തിമ, എന്റെ കുട്ടിയെ നീ തല്ലുകയാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞു. ഫാത്തിമ ബീവിയെ കുട്ടികളെ വേദനിപ്പിക്കുന്നത്, കുട്ടികൾ കരയുന്നത് ഒരിക്കലും മുത്തുനബിക്ക് സഹിക്കില്ലായിരുന്നു. കുട്ടികളെ നോക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ച നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതല്ലേ സ്വഹാബത്ത് പറഞ്ഞത്, കുട്ടികൾ മുത്തുനബി പറഞ്ഞത്, കുട്ടികൾ കരയുന്നത് കേട്ടാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ചെറിയ സൂറത്ത് ഓതി നിസ്കാരം ഉടൻ അവസാനിപ്പിക്കും. ആ കുട്ടിയെടുത്ത് കളിപ്പിക്കും. കുട്ടി കരയുന്നത് ഒരിക്കലും മുത്തുനബിക്ക് സഹിക്കൂല. നിസ്കരിക്കാൻ പോലും കഴിയൂല കുട്ടികളുടെ നടോടി കേട്ടാല്. മാത്രമല്ല, ഒരു ദിവസം സഹാബത്ത് പറഞ്ഞില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്താണ് നബിയെ അങ്ങ് കുറേ സമയമായല്ലോ സുജൂദിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങൾ പേടിച്ചു പോയി, അങ്ങേക്ക് എന്തെങ്കിലും പറ്റി എന്ന്. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ കുറേ സമയം ഈ സുജൂദിൽ കിടക്കാൻ കാരണം എനിക്കെന്തെങ്കിലും പറ്റിയത് കൊണ്ടല്ല, എന്റെ പേരക്കുട്ടി എന്റെ അതേ കഴുത്തിലിരുന്ന് അതേ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കളി കഴിഞ്ഞോട്ടെ എന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ സുജൂദ് അല്പം ദീർഘിപ്പിച്ചതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ കുട്ടികൾ കളിക്കാൻ വേണ്ടി മുത്തുനബിയുടെ നിസ്കാരം സുജൂദ് ദീർഘിപ്പിച്ചു കൊടുത്തു. കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി നിസ്കാരത്തിന്റെ വലുപ്പം കുറച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതാണ് പഠിക്കേണ്ടത്. ഇതാണ് സ്വഹാബത്ത് പഠിച്ച സ്വഭാവം. അതല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു, ശൂരനായിരുന്നു. ആരും കണ്ടാൽ പേടിച്ചു പോകും. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്വഭാവം കണ്ടു പഠിച്ചു. അതല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരു ദിവസം ഗവർണർ വന്നു, വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വയറ്റിത്തിരുന്നുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഗവർണർക്ക് സഹിച്ചില്ല. ഈ ഖലീഫയുടെ അതേ ശരീരത്തിൽ കയറിക്കൊണ്ടാണോ കുട്ടികളെ കളിക്കുന്നത്? കുട്ടികളെ ചീത്ത പറഞ്ഞു ഗവർണര്. ഉമർ റളിയല്ലാഹുവിനെ ചാടി എഴുന്നേറ്റ്, ആരാണ് വന്നിട്ടുള്ളത്, എന്താണ് പറയുന്നത്? നോക്കുമ്പോ ഗവർണറാണ്. എന്താ പറയുന്നത്? ഖലീഫയുടെ മേത്ത് കയറി കളിക്കുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറോട് പറഞ്ഞു, കുട്ടികളോട് എന്തിനാ നിങ്ങൾ ചൂടാകുന്നത്, ദേഷ്യപ്പെടുന്നത്? അവര് കുട്ടികളല്ലേ. കുട്ടികളോട് ഈ രൂപത്തിലാണോ പെരുമാറേണ്ടത്? കുട്ടികളോട് ഈ രൂപത്തിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ അതേ നിങ്ങൾ നാട്ടുകാരോട് എങ്ങനെയായിരിക്കും പെരുമാറുക? അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കുന്നു, ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് ഉടനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു കുട്ടിക്കും നമ്മളെ പേടിയുണ്ടാകാൻ പാടില്ല. കാരണം മുത്തുനബി പഠിപ്പിച്ചത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ സ്വഭാവം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ആദ്യം നമ്മള് മുത്തുനബിയെ കുറിച്ച് പഠിക്കണം, മുത്തുനബിയെ ഭംഗിയെ കുറിച്ച് പഠിക്കണം. ഈ സ്വഭാവങ്ങളൊക്കെ കഥകളായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ കുട്ടികൾക്ക് മുത്തുനബിയെ കുറിച്ച് വലിയ ബഹുമാനം, വലിയ മതിപ്പ്, മുത്തുനബി ആരാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകൂ. അല്ലാഹു അതൊക്കെ പഠിച്ച് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മളെ മക്കൾ നന്നാകും. അതാ മഹാന്മാര് പറഞ്ഞത്, മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടി നന്നാകും, ഒരിക്കലും പയക്കൂല. അതുകൊണ്ട് അതിന് ആദ്യം ഉമ്മ പഠിക്കണം, ഉപ്പ പഠിക്കണം. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മുടെ സ്വഭാവം കൊണ്ട് കുട്ടികളും നന്നാകും. അതല്ലാതെ നമ്മൾ വരുമ്പോ തന്നെ കുട്ടികൾ പേടിക്കുന്ന ഒരു ശൈലിയാണോ? അതൊന്നും ഇസ്ലാമിന്റെ ശൈലിയല്ല, അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മുത്തുനബി
പഠിപ്പിച്ചിട്ടല്ല എന്ന് എപ്പോഴും ഓർമ്മ വേണം. അല്ലാഹു എല്ലാ കാര്യങ്ങളും പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, അപ്പൊ വരുന്ന 12ന്റെ രാവ് മുത്തനബിയെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല വസ്ത്രം അവർക്ക് അണിയിച്ചു കൊടുക്കണം. നല്ല ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരിങ്ങോട്ട് ചോദിക്കണം. നമ്മൾ നല്ല രൂപത്തിൽ അവരോട് പെരുമാറുന്നത് കൊണ്ട് നല്ല ഭക്ഷണവും വസ്ത്രവും നല്ല ഉടുപ്പുകളും വാങ്ങിക്കൊടുക്കുമ്പോ അവരിങ്ങോട്ട് ചോദിക്കണം, എന്താണ് ഉമ്മ? നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ജന്മദിനമാണ് മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവര് സ്വാഭാവികമായും ചോദിക്കും, ആരാണ് മുത്തുനബി? അപ്പൊ മുത്തുനബിയുടെ ഭംഗിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ ഉമ്മ, മുത്തുനബിയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ അവർക്ക് വലിയ മതിപ്പുണ്ടാകും. എനിക്കും ആ മുത്തുനബിയുടെ സ്വഭാവമാകണം എന്ന് അവർ ചിന്തിക്കും. കുട്ടികളുടെ മനസ്സല്ലേ, എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അതായിരിക്കും അവരുടെ മനസ്സ്, അതായിരിക്കും അവരുടെ പ്രവർത്തനം. അത്തരത്തിൽ മക്കളെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പലരും ചോദിക്കാറുണ്ട്, പരിശുദ്ധ റബീഉൽ അവ്വലാകുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ അലങ്കരിക്കുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ പൂമാല കൊണ്ട് അലങ്കരിക്കുന്നത്, ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്നത്? അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് എന്തിനാണ്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതേ ജീവിതത്തിൽ എടുക്കലല്ലേ അവിടത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്? അല്ല അല്ല, ഒരിക്കലുമല്ല. അതെടുത്താൽ മാത്രം പോരാ. അതേ ഒരാളോട് മഹബ്ബത്തുണ്ടെങ്കിൽ എന്തും ചെലവഴിക്കാൻ നാം തയ്യാറാകും. ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ, നമ്മുടെ മകളുടെ കല്യാണം, മകന്റെ കല്യാണം ഉണ്ടാകുമ്പോ ലൈറ്റ് കൊണ്ട് വീട് അലങ്കരിക്കുന്നു. അതേ നല്ല ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തേ കാരണം? സന്തോഷമാണ്. സന്തോഷം, സന്തോഷം. എന്തേ സന്തോഷം? മകളുടെ കല്യാണമാണ്, മകന്റെ കല്യാണമാണ്, അല്ലെങ്കിൽ വീട് കൂടിയിരിക്കുകയാണ്, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കാറില്ലേ? ആരെങ്കിലും പറയാറുണ്ടോ ഇത് അല്പം അധികമായി പോയി എന്ന്? എന്താണ്? സന്തോഷത്തിന്റെ പേരിലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം അത് വീടുണ്ടായതിലല്ല, മകളുടെ കല്യാണമല്ല, മകന്റെ കല്യാണമല്ല, അതേ കുട്ടി ഉണ്ടായതിലല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ചതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് ഏറ്റവും കാരണമായത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ലോകത്ത് അതേ ജനിച്ചതിന് ശേഷം നമുക്ക് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചു, അവിടുത്തെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ചു എന്നതല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സന്തോഷം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ച ദിവസമാണ്. അതിനാർക്കും ഊതിക്കെടുക്കാൻ സാധ്യമല്ല. മഹബ്ബത്തുണ്ടോ ആ സമയത്ത് എഴുന്നേൽക്കും, ഉറക്കം വരൂല. അങ്ങനെയാണ്. നമ്മുടെ മകൻ ഗൾഫിലേക്ക് പോകുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്തേ കാരണം? ആ മകനോടുള്ള സ്നേഹം. ആരുങ്ങൾ എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞാലും ഉറക്കം വരൂല, എഴുന്നേൽക്കുന്നു. മഹബ്ബത്താണ് കാരണം. മഹബ്ബത്ത് എത്രത്തോളം ഉണ്ടോ ഉറക്കം വരൂല, ഉറക്കം വരൂല. ഉറക്കം വരുന്നുണ്ടോ? മഹബ്ബത്ത് നമ്മുടെ ഖൽബിലില്ല എന്ന് മനസ്സിലാക്കാം. അല്ലാഹു ആ രൂപത്തിൽ മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിൽ നിറച്ചു തരുമാറാവട്ടെ. ആർക്കും സംശയം വേണ്ട. വീടുകളൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കണം. മക്കള് ചോദിക്കണം, എന്തിനാ ഉമ്മ ലൈറ്റ് വെച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടില്? പറഞ്ഞു കൊടുക്കണം, മുത്തുനബിയുടെ ജന്മദിനമാണ് മോനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ കുട്ടികൾക്ക് ബഹുമാനം ഉണ്ടാകും. എന്നും മൗലിദ് ചെല്ലണം, റബീഉൽ അവ്വലിൽ, അല്ലാത്ത സമയത്തും ചെല്ലണം. മക്കള് ചോദിക്കണം, എന്താണ് ചെല്ലുന്നത്? മുത്തുനബിയുടെ മദ്ഹാണ് മോനെ. അപ്പോഴേ മുത്തുനബിയെ കുറിച്ച് മതിപ്പുണ്ടാവുകയുള്ളൂ, ഒരു ബഹുമാനം ഉണ്ടാവുകയുള്ളൂ, മുത്തുനബിയെ അനുസരിക്കുന്ന മക്കളാവുകയുള്ളൂ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ പോകുമ്പോ അവിടെ കുറെ ഏട് വെച്ചിട്ടുണ്ട്. അത് ആ ഏട് സ്വലാത്തു ബശായിറുൽ ഖൈറാത്ത് 2 വർഷം മുമ്പ് മുതഅല്ലിമീങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന തന്ന ഒരു ഏടാണ്. പലരും ദിവസവും ചെല്ലുന്നുണ്ടാകും. ചെല്ലുന്നില്ലെങ്കിൽ നിങ്ങൾ ദിവസവും അത് ഇന്നു മുതൽ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആകെ വേണ്ടത് 10 മിനിറ്റ്. ഒരു ദിവസം 1440 മിനിറ്റ് കിട്ടും. അതിൽ 10 മിനിറ്റ് ചെലവഴിച്ചാൽ ആ സ്വലാത്ത് നമുക്ക് ദിവസവും ചൊല്ലി ഖത്മ ചെയ്ത് ദുആ ചെയ്യാം. ദുആ ഞങ്ങൾക്ക് എന്തും ചെയ്യാം.
അത് വീട്ടിലുള്ളവര് ഇപ്പൊ ഇവിടെ ഏട് വന്ന് കൊണ്ടുവച്ചത് വീട്ടിലുള്ളവരെ നോക്കി ചെല്ലിയാൽ മതി. നിങ്ങൾ പോകുമ്പോ ഇതിൽ നിന്നൊരു 3 ഏടെങ്കിലും എടുക്കുക. എനിക്ക് കാശൊന്നും തരണ്ട, ഫ്രീ ആണ്. ആ ഏടെടുത്ത് നിങ്ങളെ ബന്ധത്തില് നിങ്ങൾക്കറിയുന്ന നല്ല ഉമ്മമാരെ നിങ്ങൾക്കറിയാമല്ലോ, സ്വലാത്ത് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലാൻ സാധ്യതയുള്ള, ഞാൻ പറഞ്ഞത് കേൾക്കാൻ സാധ്യതയുള്ള ഉമ്മമാരെ, സഹോദരന്മാരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്കിത് കൊടുക്കുക. എന്നിട്ട് അവരോട് ചെല്ലാൻ പറയാ. അവര് എന്തെങ്കിലും തരുകയാണെങ്കിൽ അത് ദർസിലേക്കുള്ള സംഭാവനയായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് മുത്തഅല്ലിമീങ്ങളുടെ അരികിൽ നിങ്ങൾ കേൾപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് കാശ് തന്നാലേ സമാധാനമാകൂ എങ്കിൽ നിങ്ങൾക്ക് മുത്തഅല്ലിമീങ്ങളുടെ അതിന്റെ ഫണ്ടിലേക്ക് എന്തെങ്കിലും സംഭാവന തൃപ്തിപ്പെട്ടുകൊണ്ട് 100% തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെറുതോ വലുതോ നൽകാം. പക്ഷെ നൽകുന്നത് 100% തൃപ്തിയോടുകൂടിയായിരിക്കണം. തൃപ്തിയില്ലാത്ത ഒരു രൂപ പോലും ദർസിന് മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങൾ നൽകരുത്. അത് അവരുടെ പഠനത്തെ, ജീവിതത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ്. അല്ലാഹു ആ രൂപത്തിൽ സ്വതക്ക ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏടി നിങ്ങൾ കൊണ്ടുപോയിക്കോ, കാശ് തരണ്ട. കാശ് തരികയാണെങ്കിൽ മുത്തഅല്ലിമീങ്ങളുടെ ഫണ്ടിലേക്ക്, അവരുടെ ആവശ്യത്തിലേക്ക്, പഠനാവശ്യത്തിലേക്ക്, അവരുടെ ചെലവിലേക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി. അത് നിർബന്ധമൊന്നുമില്ല. ഏടി നിങ്ങൾ കൊണ്ടുപോകണം. കാരണം ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമാണ് 3 ആളുകളെ കൊണ്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിപ്പിക്കുക. അങ്ങനെ ദിവസവും 3 ആളുകൾ നിങ്ങളെ കാരണം കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ ആ 3 സ്വലാത്ത് ഖത്മ തീർക്കുമ്പോഴും അതിന്റെ പ്രതിഫലം നിങ്ങളെ അക്കൗണ്ടിലേക്ക് അല്ലാഹു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ചെയ്ത ഒരേ ഒരു പണി മാത്രം 3 ഏട് കൊണ്ടുപോയി 3 ആളുകൾക്ക് കൊടുത്തു. അവർ എന്നൊക്കെ സ്വലാത്ത് ചൊല്ലിയോ, അവരാരൊക്കെ കൊണ്ടൊക്കെ ആ സ്വലാത്ത് ചൊല്ലിപ്പിച്ചോ, ഇതിന്റെയൊക്കെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നന്മയുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കാരണം അല്ലാഹുവിന്റെ സ്വലാത്ത് ചൊല്ലാനല്ലേ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചത്. തീർച്ചയായും അല്ലാഹുവിന്റെയും അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയാണ്. ഈ സ്വലാത്ത് മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് രചിച്ച സ്വലാത്താണ്. ധാരാളം പ്രത്യേകതകൾ ആ സ്വലാത്തിനുണ്ട്. അതൊക്കെ മലയാളത്തിൽ അതിന്റെ അവസാനം എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചെല്ലിപ്പിക്കണം. ഇനിയും നിങ്ങൾക്ക് ഏട് വേണമെങ്കിൽ മുത്തഅല്ലിമീങ്ങളോട് ബന്ധപ്പെട്ടാൽ എത്ര ഏട് വേണമെങ്കിലും നിങ്ങൾക്ക് തരും. ആളുകൾ ചൊല്ലണാണ് നമ്മുടെ ലക്ഷ്യം, അതല്ലാതെ സാമ്പത്തികമല്ല. ഇതിന്റെ പിന്നിൽ കുറെ കാശുണ്ടാക്കലല്ല. നിങ്ങൾക്ക് ബുർദ ബൈത്തിന്റെ ഏടാണെങ്കിലും, ഹദ്ദാദിന്റെ ഏടാണെങ്കിലും, സ്വലാത്തിന്റെ ഏടാണെങ്കിലും നിങ്ങൾ ചൊല്ലണം. അതിന്റെ ഒരു കൂലി ഞങ്ങൾക്കും കിട്ടണം എന്ന ഒരു ഉദ്ദേശമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ 50 രൂപ തന്നതുകൊണ്ട്, 100 രൂപ തന്നതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ 1 രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം, സന്തോഷം, സന്തോഷം. നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. ഈ സ്വലാത്തിന്റെ വലിയ പ്രത്യേകത, ആ മനുഷ്യൻ, ഈ സ്വലാത്ത് പതിവാക്കിയ മനുഷ്യൻ, അതേ മരണസമയത്ത് 4 മലക്കുകൾ അവന്റെ അരികിൽ വരും. ഒന്നാമത്തെ മലക്ക് പിശാചിനെ തൊട്ട് ആ മനുഷ്യനെ തടയും. ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന സമയമാണ് പിശാച്, മരണസമയം എന്ന് പറയുന്നത്. ആ സമയമെങ്ങാനും ഈമാന് തെറ്റിപ്പോയാൽ പോയി പോയി പോയി, എല്ലാം പോയി. പിന്നെ സ്വർഗമേ ഇല്ല. കലാകാലം നരകം തന്നെ, ഖബറിൽ മുഴുവനും ശിക്ഷ തന്നെ. ഈമാൻ തെറ്റി മരിച്ചാൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതല്ലേ നമ്മളെ ബദർ ബൈത്ത് ചെല്ലുമ്പോ പറയുന്നത്, മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ എന്ന് പറയുന്നത് എന്താ? അത്രത്തോളം ദാഹമുള്ള സമയമാണ്. ഇബ്ലീസ് കൂജ കൊണ്ട് വെള്ളവുമായി വന്ന് അതേ പയപ്പിക്കുന്ന സമയമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലുന്നവനാണോ 4 മലക്കുകൾ വരും. ഞാൻ പറഞ്ഞതല്ല, ഔലിയാക്കള നേതാവ് മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു തന്നതാണ്. അവർക്ക് 6 പറഞ്ഞു കൊടുത്തതാണ്. ഹബീബായ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഒരിക്കലും പയക്കൂല. ഒന്നാമത്തെ മലക്ക് പിശാചിനെ തൊട്ട് ആ മനുഷ്യനെ തടയും. രണ്ടാമത്തെ മലക്ക് ആ മനുഷ്യനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കും. മൂന്നാമത്തെ മലക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിപ്പിക്കും. ശക്തമായ ദാഹമുള്ള സമയമാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കിട്ടിയാൽ പിന്നെ ആ മനുഷ്യനിക്ക് ദാഹമില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ മലക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ കുടിപ്പിക്കും. നാലാമത്തെ മലക്ക് സ്വർഗീയ പയങ്ങൾ നിറക്കപ്പെട്ട ഒരു തടികയുമായി വരും. അവന്റെ അരികിൽ വരും. അല്ലാഹു അവനോട് പറയും, അല്ലാഹുവിന്റെ അടിമയെ സന്തോഷിച്ചോളൂ. ധാരാളം മഹത്വമുണ്ട്. അതിൽപ്പെട്ട ഒരു മഹത്വമാണ് പറഞ്ഞത്. ഇത് പോരെ ഉമ്മമാരെ, നമുക്ക് ഇതല്ലേ നമ്മുടെ പരമമായ ലക്ഷ്യം. നമ്മുടെ ആഖിബത്ത് നന്നാകണം, സ്വർഗത്തിൽ കടക്കണം. അതല്ലേ നമ്മുടെ പരമമായ ലക്ഷ്യം. അതിന് ഏറ്റവും പറ്റിയ മുന്തിയ സ്വലാത്താണ് ഇത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പതിവാക്കണേ. 3 ആളുകളെ കൊണ്ട് നിങ്ങൾ പതിവാക്കിപ്പിക്കണേ. അതുപോലെ തന്നെ ബുറുദയുടെ ുള്ള ഒരു ഏട് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിരുന്നു. അതിലെ ഓരോ ഫസലും നിങ്ങൾ ഓരോ ദിവസം പതിവാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനമെടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം മാറി മറിയുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല ഒരു മനസ്സ് നമ്മുടെ ഖൽബിലെ നമുക്കുണ്ടാകും. അല്ലാഹു അത്തരത്തിൽ ബുറുദ ചൊല്ലാൻ, ഈ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനി ചെറിയൊരു വിഷയം കൂടി പറഞ്ഞ് ദുആ ചെയ്ത് വരികയാണ്. സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത്, ഈ വിനീതനായ ഞാന് കഴിഞ്ഞ മാസം മുഹറത്തില് പരിശുദ്ധ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൗലിദ് എന്നറിയപ്പെടുന്ന ഒരു മൗലിദ് നമ്മുടെ കേരളക്കാരനായ വലിയ ഒരു പണ്ഡിതൻ രചിച്ച 350ഓളം പേജുകളുള്ള ഒരു മൗലിദ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മൗലിദ് എന്റെ അടുത്ത് നിന്ന് എന്നെ ഒരാള് വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചു സമയം കഴിഞ്ഞപ്പോ എന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ എനിക്കറിയാൻ സാധിച്ചു, അദ്ദേഹം നല്ല സുന്നിയായ ഇന്ത്യാദേശക്കാരനായ ഒരു മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിനക്ക് അറബി അല്പം അറിയാം. അങ്ങനെ അറബിയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്റെ കൂടെ അദ്ദേഹവും ഈ മൗലിദ് എല്ലാം വേണ്ടി കൂടി. അങ്ങനെ മൗലിദിലെ ഒരു വാചകം, ഒരാള് സ്വലാത്ത് ചൊല്ലി, പക്ഷേ ജീവനില്ലാത്ത സ്വലാത്താണ് അയാൾ ചൊല്ലിയതെങ്കിൽ അയാളുടെ ആ സ്വലാത്ത് അതൊരു ജഡം പോലെയാണ്, ഒരു ശവം പോലെയാണെന്ന് ആ മൗലിദിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. കാരണം നമ്മുടെ സ്വലാത്തിന്റെ കഥ എന്താണ് എന്നോർത്താണ് അദ്ദേഹം കരയുന്നത്. ഉസ്താദേ, നമ്മുടെ സ്വലാത്തിന്റെ കഥ എന്താണ്? പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വലാത്ത് ചൊല്ലേണ്ടത് ഏത് രൂപത്തിലാണ്? മഹാന്മാര് പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തിനു വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും ഉടനെ പരിഹാരം കിട്ടും. ആദ്യം പറഞ്ഞു, ബിഖൽബിൻ ഖാലിൻ അനിശ്ശവായിരി വൽ ഗുഫ്ലാൻ. എല്ലാ ചിന്തയിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും മുക്തമായ ഹൃദയത്തോടുകൂടി ആയിരിക്കണം സ്വലാത്ത് ചൊല്ലുന്നു. ഒരു കയ്യില് തസ്ബീഹ് മാല കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മറ്റേ കയ്യില് മൊബൈൽ കൊണ്ട് വാട്സപ്പ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കയ്യില് തസ്ബീഹ് മാല കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മറ്റേ കയ്യില് വഅദ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്നുണ്ട്. ആ സ്വലാത്തിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കൂല. മഹാനായ ഇമാം അബ്ദുൽ കരീം അൽ ജീലി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നീ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചൊല്ലേണ്ടത് മുസ്തഹ്ദിറൻ ബിഹൈബതി സൂറത്തുൽ മുബയ്യനത ഹുലാഹൽ ജിസ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, ഭംഗിയെ കുറിച്ച് നീ പഠിച്ച് ആ ഭംഗിയുള്ള ഒരു ശരീരം നീ മനസ്സിൽ കാണണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ആ ഭംഗിയുള്ള ഒരു മനുഷ്യരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നീ സ്വലാത്ത് ചൊല്ലണം. അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അബിൽ മർഇയ്യത ഫീ നൗമിക, നീ ഉറക്കത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ട രൂപം മനസ്സിൽ ഇരുത്തിക്കൊണ്ടാണ് നീ സ്വലാത്ത് ചൊല്ലേണ്ടത്. നല്ല അതബോടുകൂടെ തായ്മയോടുകൂടെ നീ സ്വലാത്ത് ചൊല്ലണേ. കാരണം നിന്റെ സ്വലാത്ത് നിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ച് കാണുന്നുണ്ട്. നിന്റെ സ്വലാത്ത് അവിടെ ഏൽപ്പിക്കാൻ മലക്കുകളുണ്ട്. അതുകൊണ്ട് മുത്തുനബി നിന്നെ കാണുന്നുണ്ട്. നീ മുത്തുനബിയെ കാണുന്നില്ലെങ്കിലും മുത്തുനബി നിന്നെ കാണുന്നുണ്ടെന്ന ഓർമ്മ വേണം. അതുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിൽ നീ ഇരിക്കുകയാണെങ്കിൽ ഏത് രൂപത്തിലാണോ നീ ഇരിക്കുന്നത് ആ രൂപത്തിൽ ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലണേ. ഇനി ഒരാൾക്ക് ഈ രൂപം പഠിച്ചിട്ടും ഒരു വ്യക്തമായ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുമില്ല. എന്നാൽ അവൻ ചെയ്യേണ്ടത് ഫഇല്ലം തസ്തതി ലിദാലിക ഫൽയഹ്ദുർ ഫീ ദിഹ്നിക ഖബറുഹു. അവിടുത്തെ ഖബർ ഷരീഫ് നമ്മുടെ ഏടിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സലാം പറയുന്ന ഖബർ ഷരീഫ് അത് മനസ്സിൽ കണ്ടുകൊണ്ട് അത് നോക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലണേ. അതിനും കഴിയില്ല എങ്കിൽ അവിൽ ഖുബ്ബത്തു ശരീഫ, ആ പച്ച കുബ്ബ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലണേ. ഈ 4 രൂപത്തിലും ഈ സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ സ്വലാത്ത് കൊണ്ട് നിന്റെ ഖൽബിനിക്ക് നൂറ് ലഭിക്കൂല, നിന്റെ ഖൽബ് നന്നാകൂല. നിനക്ക് ആ സ്വലാത്ത് കൊണ്ട് പ്രതീക്ഷിച്ച പ്രതിഫലം നേടാൻ കഴിയൂല. അങ്ങനെ നിനക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ, ബുർദ ഓതാൻ കഴിഞ്ഞാൽ, മൗലിദ് ഓതാൻ കഴിഞ്ഞാൽ, ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ മുത്തുനബിയുടെ രൂപം മനസ്സിൽ കാണണം. അതിനിക്ക് സാധിച്ചില്ലെങ്കിൽ അവിടുത്തെ ഖബർ ഷരീഫ് മനസ്സിൽ കാണണം. അതിനാണ് ഏടിന്റെ വേക്കിൽ ഖബർ ഷരീഫിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ നിലത്തിട്ട് വലിച്ചെറിയാനല്ല. ഒരിക്കലും ആ രൂപം, ആ ഒരു ചിത്രം ഒരിക്കലും നിലത്തിടുന്ന ഒരു അവസ്ഥ ഒരിക്കലും വന്നുപോകരുത്. അത് ഗുരുത്വത്തിന് പകരം ഗുരുത്വക്കേട് കിട്ടാൻ, നമ്മുടെ ഖൽബ് അശുദ്ധമാകാൻ കാരണമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനും സാധിക്കില്ലെങ്കിൽ അവിടുത്തെ ഖബർ ഷരീഫ്, അതിനും സാധിക്കില്ല എങ്കിൽ പച്ച കുബ്ബയെങ്കിലും നിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് നീ സ്വലാത്ത് ചൊല്ലണം. എപ്പോഴും വേണ്ടത് അവന്റെ റസൂലിനും തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ, അവനിക്ക് പൊരുത്തപ്പെട്ട ഒരു അടിമ പടച്ചുറപ്പേ നീ എന്നെ ആക്കിത്തരണം എന്ന രൂപത്തിലായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അതല്ലാതെ സ്വന്തം ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ്, അതേ സ്വന്തമായ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലരുത്. അല്ലെങ്കിൽ എന്റെ സ്വലാത്ത് കൊണ്ട് മുത്തുനബിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നും വിചാരിക്കരുത്. അതൊക്കെ ശൈത്വാൻ മനസ്സിൽ കൊണ്ടുവരുന്നതാണ്. നീ കുറെ സ്വലാത്ത് കൊണ്ട് മുത്തുനബിക്ക് ഒന്നും ലഭിക്കാനില്ല. നിനക്ക് ലഭിക്കാനുള്ളത് നീ കുറെ സ്വലാത്ത് ചൊല്ലുമ്പോ മുത്തുനബിയുടെ നൂറ് ഇങ്ങോട്ട് കിട്ടണം, ഞാൻ നന്നാകണം എന്ന ഒരു ലക്ഷ്യമാണ് നിനക്കെപ്പോഴും ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് നിനക്കുണ്ടാകേണ്ടത്. മഹാന്മാര് പറയുന്നു ഈ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാര് വരുന്ന റബീഉൽ അവ്വൽ 12ന്റെ ആ ദിവസം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാങ്ങു കൊടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്, ചായ നൽകുന്നവരാണ്, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവരാണ്.
അതിലേക്ക് വേണ്ട കടികളും മറ്റ് സംഭാവനകളും നൽകുന്നവരാണ്. വൈകുന്നേരം ഉസ്താദുമാർക്കുള്ള കടിയോടുകൂടെ മുത്താലിമീങ്ങൾക്കും കടി കൊണ്ട് കൊടുക്കുന്നവരാണ് പല ഉമ്മമാരും. അതിനൊക്കെ വേണ്ടി എല്ലാ ദിവസവും ഇവിടെ എന്നൊക്കെ ദർസുണ്ടോ ആ ദിവസമൊക്കെ അസറിന്റെ ശേഷം അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ബുർദയുടെ ഒരു ഫസ്ർ ചൊല്ലി ദുആ ചെയ്യാറുണ്ട്. ഒരിക്കലും അതൊന്നും വെറുതെയാകൂല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന സർവ്വ സേവനങ്ങളും 100% സംതൃപ്തിയോട് കൂടെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കലെങ്കിലോ ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ് മുത്തഅല്ലിമീങ്ങൾ അറിയിക്കും. നിങ്ങളൊക്കെ വരണം. കുറേ മുത്തുനബിയെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഖൽബ് ഇങ്ങനെ ക്ലിയർ ആകും, നമ്മുടെ ജീവിതം ഇങ്ങനെ നന്നാകും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാകും, നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ 4 ദിവസം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, ഇതെന്തെങ്കിലും സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ കേൾക്കാമെന്ന ഉമ്മമാരും മുത്തുനബിയെ കുറിച്ച് പഠിക്കണം, നിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടണം, നിന്റെ പൊരുത്തം കിട്ടണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. പടച്ച റബ്ബേ, ഇതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും നിന്റെ പൊരുത്തവും ഞങ്ങൾക്ക് നൽകണമല്ലോ. നിന്റെ നോട്ടവും അവിടുത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. പടച്ച റബ്ബേ, ഇതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ഖൽബുകളൊക്കെ ഒന്ന് നന്നാക്കി തരണമല്ലോ. ആരോടും ഉറപ്പില്ലാത്ത, അറപ്പില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിദ്വേഷമില്ലാത്ത സ്വാലിഹീങ്ങളെ ഖൽബ്, മുത്തഖീങ്ങളെ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ കാരണം കൊണ്ട് ഒരാളെ മനസ്സ് നീ വേദനിപ്പിക്കരുത് അല്ലാ. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നീ വരുത്തരുത് അല്ലാ. ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും ഖൈറ് മാത്രം വരുത്തണേ അല്ലാ. ഞങ്ങളെ സർവ്വ ദോഷങ്ങളും പുറത്തു തരണമല്ലാ. സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരണമല്ലാ. സർവ്വ കടങ്ങളും വീട്ടി തരണമല്ലാ. കാശ് കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കണേ അല്ലാ. സമ്പാദ്യം മുഴുവൻ ഹലാലാക്കി തരണമല്ലാ. ചെലവഴിക്കുന്നത് മൊത്തം ഹലാലിന്റെ മാർഗത്തിലാക്കി തരണമല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണമല്ലോ. സർവ്വ പ്രയാസങ്ങളും നീക്കി തരണമല്ലോ. നിന്റെ ദീനിന്റെ സംരംഭങ്ങളെ സഹായിക്കുന്ന ഉമ്മമാരാണ്, അവരെ നീ സഹായിക്കണയല്ലോ. നിന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവരാണ്. പടച്ച റബ്ബേ, പകരം സ്വർഗീയ ഭക്ഷണം നൽകണം അല്ലോ, സ്വർഗീയ വസ്ത്രങ്ങൾ നൽകണം അല്ലോ, ഹൗദുൽ കൗസർ നൽകണം റഹ്മാനേ. സ്വർഗീയമായ സർവാനുഭൂതികളും അതിന്റെ പകരമായി നാളെ ആഖിറത്തിൽ വെച്ച് നൽകണം അല്ലാ. പടച്ച റബ്ബേ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് സംസോക്കാന്റെ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ പേരിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് പടച്ച റബ്ബേ, ഞങ്ങൾ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി